Hello, welcome back to the another episode. ഞാൻ അൽ ഹസൻ. വെൽഡർ എക്സാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ് 25 നോക്കാനായിട്ട് പോകുന്നത്. 850 വരെയുള്ള ചോദ്യങ്ങൾ ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. 851 നിന്നും 875 വരെയാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ 851 എന്ന് പറയുന്നത് എന്താണ്? In oxy-acetylene welding, which one of the following does not require the use of a flux എന്നുള്ളതാണ് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സെൻട്രൽ ഗവൺമെന്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. അതിന്റെ ആൻസർ ഈ പ്രകാരം സ്റ്റീൽ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഫ്യൂഷൻ വെൽഡിംഗ് ഓഫ് സ്റ്റീൽ ഇസ് ഡൺ വിത്തൗട്ട് ഫ്ലക്സ് ത്രോ എന്നുള്ളതാണ് ആൻസർ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 852 ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഇസ് നോട്ട് ട്രൂ അബൌട്ട് കാൽഷ്യം കാർബൈഡ്. കാൽഷ്യം കാർബൈഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറ്റ് ഇസ് ബ്രിട്ടിൽ, ഇറ്റ് അബ്സോർബ് മോയ്സ്ചർ ഫ്രം അറ്റ്മോസ്ഫിയർ എന്നിങ്ങനെ 4 ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ട്. ഓപ്ഷൻ എ, ബി, സി എന്നിവ ശരിയായിട്ടുള്ളതാണ് ഓപ്ഷൻ ഡി. ഇറ്റ് ഈസ് സൊല്യൂബിൾ ഇൻ കെറോസിൻ ഓയിൽ എന്നുള്ളത് എന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, സോ കാൽസ്യം കാർബൈഡ് ഇസ് നോട്ട് soluble in kerosene oil. Then അടുത്ത 853 ചോദ്യം, അസറ്റിലിൻ is the product of chemical reaction between calcium carbide and dash and air and water and kerosene oil and lubricating oil. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത്. സോ സിമ്പിൾ ചോദ്യം അല്ലേ? ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ നൽകാവുന്നതാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ, വിച്ച് മെറ്റീരിയൽ വെൻ ബ്രോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ പ്രൊഡ്യൂസസ് അസറ്റിലിൻ. ജലവുമായി സമ്പർക്കത്തിൽ വരുമ്പോൾ അസറ്റിലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് വസ്തുവാണ് എന്നുള്ളതാണ്. ഓ മൈ ഗോഡ്, ഇപ്പൊ തന്നെ നിങ്ങൾ പ്രീവിയസ് കമന്റ് അന്നേരം തന്നെ ചെയ്യാം, അല്ലെങ്കിൽ കമന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മനസ്സിൽ ഓർക്കുക. ഓക്കെ, നേരത്തെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യന്റെ ആൻസർ, കാരണം അതിന്റെ ആൻസർ തന്നെയാണല്ലോ, സെയിം ചോദ്യം തന്നെയാണല്ലോ ഇവിടെ വന്നിട്ടുള്ളത്. ആൻസർ എന്താണ്? കാൽഷ്യം കാർബൈഡ് എന്നുള്ളതാണ് അല്ലെ. ബിഫോർ നമ്മൾ ചോദിച്ച പ്രീവിയസ് ചോദ്യം എന്തായിരുന്നു? അസറ്റിൽ ഈസ് എ പ്രൊഡക്റ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ബിറ്റ്വീൻ കാൽഷ്യം കാർബൈഡ് ആൻഡ് ഡാഷ് എന്നുള്ളതാണ്. മറ്റൊരു രീതിയിൽ ചോദ്യം വന്നിട്ടുള്ളത് എങ്ങനെയാണ്? വിച്ച് മെറ്റീരിയൽ വെൻ ബ്രോട്ട് ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ പ്രൊഡ്യൂസസ് അസറ്റിലിൻ. ഓക്കെ, അതായത് രണ്ട് രീതിയിലും അവിടെ ചോദ്യം വന്നിരിക്കുകയാണ് അല്ലെ. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഓപ്ഷൻ സി ആണ്. കാൽഷ്യം കാർബൈഡ് പ്രൊഡ്യൂസസ് അസറ്റിലിൻ ഓൺ റിയാക്ഷൻ വിത്ത് വാട്ടർ എന്നുള്ളതാണ്. ഓക്കെ, കാൽഷ്യം കാർബൈഡ് എന്ത് ചെയ്യുന്നു? വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടാണ് അസറ്റിലിൻ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു റിയാക്ഷനിൽ നിന്നും കാണാനുള്ളത്. കാൽഷ്യം കാർബൈഡ് പ്രൊഡ്യൂസ് അസറ്റിലിൻ ഓൺ റിയാക്ഷൻ വിത്ത് വാട്ടർ. അപ്പോൾ ഇത് കാൽഷ്യം കാർബൈഡ് പ്ലസ് വാട്ടർ ചേർന്ന് കഴിഞ്ഞാൽ എന്തുണ്ടാകും? അസറ്റിലിൻ ഉണ്ടാകും എന്നുള്ളതാണ്. രണ്ട് ചോദ്യങ്ങളും രണ്ട് രീതിയിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത്, വിച്ച് വൺ ഓഫ് ദി ഫോളോവിങ് ഗ്യാസസ് ഈസ് എ സപ്പോർട്ടർ ഓഫ് കമ്പഷൻ. ഓക്കെ, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഗ്യാസസ് ഈസ് സപ്പോർട്ടർ ഓഫ്, അതായത് ഒരു കത്താൻ, ജ്വലിക്കുവാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന സപ്പോർട്ടിംഗ് ഓക്സിജൻ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ഗ്യാസ് ഏതാണെന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ഹോംവർക്ക് ആണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. നമ്മൾ ഓൾറെഡി കുറെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 856 ചോദ്യം എന്ന് പറയുന്നത്, അസറ്റിലിൻ ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട് ഓഫ് കാർബൺ ആൻഡ് ഓക്സിജൻ, കാർബൺ ആൻഡ് നൈട്രജൻ, കാർബൺ ആൻഡ് ഹൈഡ്രജൻ, കാർബൺ ആൻഡ് കാൽഷ്യം. അസറ്റിലിൻ ഈസ് എ കെമിക്കൽ കോമ്പൗണ്ട്. സോ ഒരേ ചോദ്യം തന്നെ ഓൾറെഡി രണ്ട് തവണ വ്യത്യസ്ത രീതിയിൽ ചോദിച്ചു. ആൻഡ് അഗെയിൻ മറ്റൊരു തരത്തിൽ ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, 857 ചോദ്യം. 857 ചോദ്യം, അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അസറ്റോൺ ക്യാൻ അബ്സോർബ് ഹൗ മെനി ടൈംസ് ഇറ്റ്സ് ഓൺ വോളിയം ഓഫ് അസറ്റിലിൻ. സാധാരണ താപനിലയിലും മർദ്ദത്തിലും അസറ്റോണിന് സ്വന്തം വോളിയത്തിന്റെ എത്ര മടങ്ങ് അസറ്റിലിനെ അബ്സോർബ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. സോ ആൻസർ എന്ന് പറയുന്നത് 24 ടൈംസ് ആണ്. അറ്റ് നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ അസറ്റോൺ ക്യാൻ അബ്സോർബ് 25 ടൈംസ് ഇറ്റ്സ് ഓൺ വോളിയം ഓഫ് അസറ്റിലിൻ. Acetone is a colorless flammable liquid with an excellent capability of absorbing acetylene. Okay,
Acetone is a colorless flammable liquid with an excellent capability of absorbing acetylene. Okay. Next question 858. In plasma arc welding, the plasma is generated by In plasma arc welding, the plasma is generated by high frequency AC current. Plasma welding is a method that strike a plasma arc between the electrode and the base material and uses it for welding. Plasma welding is a method that strike a plasma arc ഇതിനൊക്കെ ഇടയിലാണ് ഇലക്ട്രോഡിനും ബേസ് മെറ്റീരിയലിനും. സോ അത് എന്തിനു വേണ്ടിയിട്ട് വെൽഡിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നു. It is a classified as a non-consumable electrode type and such with TIG welding it is used a tungsten rod for the electrode. Next 859 ചോദ്യം. The advantage of GMAW over SMAW are ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി. ദ അഡ്വാൻറ്റേജ് ഓഫ് GMAW ഓവർ SMAW is high welding productivity, good quality weld, minimum distortion. So all of the above is the right choice. Okay. നെക്സ്റ്റ് ചോദ്യം 860 ആണ്. In a welding process, the electrode is non-consumable is used. എന്തിനകത്താണ് യൂസ് ചെയ്യുന്നത്? Gas tungsten arc welding or tungsten inert gas welding uses non-consumable electrode whose purpose is to create an arc only. It is used to weld aluminium. The metal inert gas process uses a consumable electrode which is usually in the form of a copper coated coiled wire. Next 861 ചോദ്യം. Which one is non-pressure welding? Which one is a non-pressure welding? Spot welding, seam welding, forge welding, arc welding. So ഏതാണ്? Arc welding is a non-pressure അഥവാ fusion welding process ആണ്. The material at the joint is heated to a molten state and allowed to solidify. These welding are also known as liquid state welding process. This includes gas welding, arc welding, thermite welding, etc. Next question 862. Which one is fusion welding process? Spot welding, seam welding, butt welding, gas welding. Spot welding, seam welding, butt welding ഒക്കെ എന്താണ്? ഒരു ഗ്രൂപ്പ് ഓഫ് വെൽഡ് ആണല്ലേ. സോ ഗ്യാസ് വെൽഡിംഗ് is a fusion welding process. Fusion welding is a process that uses heat to join or fuse two or more material by heating them to a melting point. The process may or may not require the use of a filler material. Okay. Next question. Which one is a non-fusion welding? Which one is a non-fusion welding? Gas welding, arc welding, forge welding, TIG welding. So non-fusion welding നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് കമന്റ് ബോക്സിൽ ചെയ്യാട്ടോ. നെക്സ്റ്റ് വൺ. What is the advantage of SAW? Submerged arc welding. What is the advantage of submerged arc welding? Uniform finished weld, ununiform finished weld, need for protective clothing, more smoke. So നമുക്കറിയാം അൺയൂണിഫോം ഫിനിഷ്ഡ് വെൽഡ് എന്ന് പറയുന്ന ഒരു അഡ്വാൻറ്റേജ് ആണോ? അൺയൂണിഫോം അത് ഒരു അഡ്വാൻറ്റേജ് അല്ല അല്ലേ? അങ്ങനെ അഡ്വാൻറ്റേജ് ആയിട്ട് വായിക്കുമ്പോൾ തന്നെ അല്ല അത്. നീഡ് ഫോർ പ്രൊട്ടക്റ്റീവ് ക്ലോത്തിങ് അതും ഒരു അഡ്വാൻറ്റേജ് അല്ല. സോ മോർ സ്മോക്ക് അതും അഡ്വാൻറ്റേജ്. ഓപ്ഷൻ വായിക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാത്തിനും എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അപ്പോൾ യൂണിഫോം ഫിനിഷ്ഡ് വെൽഡ് അല്ലേ ഉള്ളൂ ബാക്കി. The advantage of shield metal arc welding, submerged arc welding സംബന്ധിച്ച് extremely high speed and deposition rate, smooth uniform finished weld, no spatter, little or no smoke, smoke ഇല്ലാണെങ്കിൽ little smoke, okay, no R flash, minimum need for protective clothing. Okay. Next 865 ചോദ്യം. Which one of the modern process is suitable for the end of thick cylindrical section can be welded without any edge preparation? So option A, friction welding process is the modern process is suitable for the end of thick cylindrical section can be welded without any edge preparation.
866 ചോദ്യം വെൽഡിംഗ് ഈസ് ഡൺ ഇൻ വാക്യൂം വിച്ച് വെൽഡിംഗ് പ്രോസസ് ഈസ് സ്യൂട്ടബിൾ ഫോർ എബോവ് സ്റ്റേറ്റ്മെന്റ്. സോ ആൻസർ നമുക്കറിയാം ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രോസസ് ആണ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആൻസർ ബി ഇലക്ട്രോൺ ബീം വെൽഡിംഗ് ഈസ് പെർഫോംഡ് ഇൻ എ വാക്യൂം എൻവയോൺമെന്റ് ആസ് ദി പ്രസൻസ് ഓഫ് ഗ്യാസ് ക്യാൻ കോസ് ദി ബീം ടു സ്കാറ്റർ. സോ അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അടുത്ത 866 ചോദ്യം വെൽഡിംഗ് ഈസ് ഡൺ ഇൻ വാക്യൂം വിച്ച് വെൽഡിംഗ് പ്രോസസ് ഈസ് സ്യൂട്ടബിൾ ഫോർ അബോവ് സ്റ്റേറ്റ്മെന്റ്. സോ ആൻസർ എന്ന് പറയുന്ന ഒരു സംശയമില്ല ഇലക്ട്രോൺ ബീം വെൽഡിംഗ് പ്രോസസ്, ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, എക്സ്പ്ലനേഷൻസ് കാര്യങ്ങളൊക്കെ ഇതൊന്ന് വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 867 വിച്ച് വൺ ഓഫ് ദി മോഡേൺ പ്രോസസ് ഈസ് സ്യൂട്ടബിൾ so that thicker steel section can be welded in a single pass vertical position. സോ ആൻസർ എന്ന് പറയുന്നത് അഗെയിൻ എന്താണ് ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ്. ഈ ക്വസ്റ്റ്യൻ അഗെയിൻ ആണോ അല്ലാന്ന് തോന്നുന്നത്, ഫ്രഷ് ആയിട്ട് തന്നെയാണ്. ഓക്കെ, ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് ഇസ് എ ഹൈലി പ്രൊഡക്റ്റീവ് സിംഗിൾ പാസ് വെൽഡിംഗ് പ്രോസസ് ഫോർ തിക് മെറ്റീരിയൽ ഇൻ എ വെർട്ടിക്കൽ ഓർ ക്രോസ് വെർട്ടിക്കൽ പൊസിഷൻ. നെക്സ്റ്റ് 868 ചോദ്യം വാട്ട് ഡിഫക്ട് മേ occur in weld bead if gas does not uniformly come out of gas regulator while MIG or MAG welding process. MIG അല്ലെങ്കിൽ MAG welding process നടക്കുകയാണെന്ന് കരുതുക. സോ റെഗുലേറ്ററിൽ നിന്നും ഗ്യാസ് എന്ത് ചെയ്യുന്നില്ല, ഒരു യൂണിഫോമിലി എന്താ പറയാ ഒരു പുറത്തേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ സോ വാട്ട് ഡിഫക്ട് മേ occur in weld bead എന്നുള്ളതാണ്. സോ ഹൈ കറന്റ്, കോണ്ടാക്ട് ടിപ്പ് ഈസ് വോൺ ഔട്ട്, ബ്ലോ ഹോൾ, ക്രാക്ക്. ആൻസർ എന്ന് പറയുന്നത് ബ്ലോ ഹോൾ ഡിഫക്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് when the gas could not escape before the solidification of molten metal collect to the spherical cavities inside the bead. If these gas cavities solidified on the bead surface and left holes, they become surface defects known as pits അഥവാ ഓപ്പൺ ഡിഫക്റ്റ്. ഇത് നമ്മൾ ഓൾറെഡി നല്ല രീതിയിൽ മുമ്പത്തെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബ്ലോ ഹോൾ എന്താണ്, അതുപോലെ തന്നെ എന്താ ബ്ലോ ഹോൾസും പിന്നെന്താ പറയുക പൊറോസിറ്റിയും അല്ലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഏവൻ 869 ചോദ്യം വാട്ട് ഈസ് ദ മെയിൻ ഫാക്ടർ പാരാമീറ്റർ സെറ്റിംഗ് ടു create the problem of cracking in the MIG or MAG welding process. So answer എന്ന് പറയുന്നത് defect in the welding process very important ആണ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് what is the main factor parameter setting to create a problem of cracking is in the MIG or MAG welding process. MIG അല്ലെങ്കിൽ MAG welding process നടക്കുന്ന സമയത്ത് അവിടെ ക്രാക്കിംഗ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാരാമീറ്റർ സെറ്റിംഗ്സിൽ എന്ത് ഫാക്ടർ കാരണമാണ്, പാരാമീറ്റർ സെറ്റിംഗിൽ ഉണ്ടാകുന്ന എന്ത് ഫാക്ടർ കാരണം എന്നുള്ളതാണ്. സോ ഹൈ കറണ്ട് സെറ്റിംഗ്സ് മൂലം ഉണ്ടാകുന്നതാണ്. സോ അപ്പോൾ ഡിഫക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻകംപ്ലീറ്റ് പെനട്രേഷൻ കാരണം ലാക്ക് ഓഫ് കറണ്ട് ആണ്. ലാക്ക് ഓഫ് ഫ്യൂഷൻ കാരണം അൺക്ലീനിങ് ഓഫ് ദി സർഫസ് ആണ്. അണ്ടർ കട്ടിങ് കാരണം എക്സസ് കറണ്ട് അല്ലെങ്കിൽ മോർ ഗ്യാപ്പ് ആണ്. സ്ലാഗ് ഇൻക്ലൂഷന് കാരണം എന്താണ്, അതുപോലെ ക്രാക്ക്. സ്ലാഗ് ഇൻക്ലൂഷൻ റെമഡി സ്ലോ കൂളിംഗ് ഓഫ് ദ വെൽഡ്, ക്രാക്സ് ഡ്യൂ ടു അൺഈവൻ കൂളിംഗ് ഓഫ് ദി വെൽഡ് എന്നുള്ളതാണ്. അപ്പോൾ എന്താ പറയുക വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോക്കാം കേട്ടോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് പ്രോസസ് ഈസ് യൂസ്ഡ് where electrode is used for submerged arc welding process. Submerged arc welding process is a process in which the joining of metal is produced by heating with an arc or arc between bare metal electrode or electrode and the work എന്നുള്ളതാണ്. സോ ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. then അടുത്ത 871 ചോദ്യം അടുത്ത 871 ചോദ്യം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ഫ്ലെയിം വെർ യൂസ്ഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് ഇൻ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് മെറ്റൽസ്. വിച്ച് ടൈപ്പ് ഓഫ് ഓക്സിഡൈസ്ഡ് ഫ്ലെയിം ഈസ് സെലക്ടഡ് ഫോർ ലിൻഡേ വെൽഡിംഗ് ഓഫ് സ്റ്റീൽ പൈപ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. സോ ഈ ഒരു ബോക്സ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കിയിരിക്കുക. കാർബണൈസിംഗ് ഫ്ലെയിം ഈസ് സെലക്ടഡ് ഫോർ ലിൻഡേ വെൽഡിംഗ് ഓഫ് സ്റ്റീൽ പൈപ്പ്. അപ്പോൾ മൈൽഡ് സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ ന്യൂട്രൽ, ഹൈ കാർബൺ സ്റ്റീൽ ആണെന്നുണ്ടെങ്കിൽ റെഡ്യൂസിംഗ് ഫ്ലെയിം യൂസ് ചെയ്യുന്നു. ഗ്രേ കാസ്റ്റിന് വേണ്ടിയിട്ട് ന്യൂട്രൽ അല്ലെങ്കിൽ സ്ലൈറ്റ്ലി ഓക്സിഡൈസിംഗ് ഫ്ലെയിം യൂസ് ചെയ്യുന്നു. അലോയ് സ്റ്റീലിന് വേണ്ടിയിട്ട് ന്യൂട്രൽ ഫ്ലെയിം യൂസ് ചെയ്യുന്നു. ആൻഡ് കൂടുതലുണ്ട്. ഓക്കെ, ചെറിയൊരു ബോക്സ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ലിൻഡേ വെൽഡിംഗ് പ്രോസസ്സ് എന്ന് പറയുന്നത് അത് മിക്കപ്പോഴും ചോദിക്കാറുള്ളതാണ്, നോട്ട് ചെയ്ത് വെക്കാം. ദെൻ സോ 872 വാട്ട് ടൈപ്പ് ഓഫ് ഫ്ലെയിം ഈസ് യൂസ്ഡ് ഫോർ ഗ്യാസ് വെൽഡിംഗ് ഓഫ് കാസ്റ്റ് ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ആൻസർ കമന്റ് ബോക്സിൽ പറയാം. Which one of the following factors should be considered while selecting nozzle for gas welding? Answer എന്ന് പറയുന്നത് base metal thickness should be considered while selecting nozzle for gas welding. Another question 874 question. You have to join two plates 100 mm thick by welding. Which one of the following modern welding process you will select to get very high production rate with square edge preparation? So answer എന്ന് പറയുന്നത് electroslag welding method is widely used in thick plate welding എന്നുള്ളതാണ്. It is more sufficient than conventional welding process like MIG or SMAW welding. A vertical position used to weld a thick plate above 25 mm in single pass. Okay.
നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു എപ്പിസോഡിലെ സ്റ്റേറ്റ് മാക്സിമം ടെമ്പറേച്ചർ ഓഫ് പ്ലാസ്മ ആർ കോസസ് ഓൾസോ അസിസ്റ്റന്റ് ലോഗോപൈഡിന്റെ ക്വസ്റ്റ്യനും അതിന്റെ ആൻസർ ആണ്. അപ്പോൾ ചെറിയ മാറ്റം അങ്ങോട്ടും ഇങ്ങോട്ടും ആൻസർ കീഴിലൊക്കെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലുമാണ്. ഓക്കെ, അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുള്ളത്. പ്ലാസ്മ വിച്ച് ക്യാൻ റീച്ച് ടെമ്പറേച്ചർ അപ് ടു 14,000 ഡിഗ്രി സെൽഷ്യസ് ട്രാൻസ്ഫേർഡ് ടു ദ വർക്ക് പീസ് വിച്ച് ഈസ് യൂഷ്വലി പോസിറ്റീവ് വെർ ബ്ലോ അവേ ദ മോൾട്ടൻ മെറ്റൽസ്. അതൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, സോ അപ്പം ഇതുവരെയുള്ള നമ്മൾ ഡിസ്കസ് ചെയ്ത ലെസൺസിലൂടെ എല്ലാം നമ്മൾ എത്ര ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്ത് 875 ചോദ്യങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ഇനിയും കുറേ ചോദ്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഏകദേശം 1500 നമ്മുടെ ടാർഗറ്റ് എന്ന് പറയുന്നത്. അതിലേക്ക് എത്താം. അപ്പോൾ എന്ത് ചെയ്യുക, ഇതിന്റെ എക്സാം നാളെയാണ് വരുന്നത്. അപ്പോൾ അതൊന്ന് അറ്റൻഡ് ചെയ്ത് വളരെ കൃത്യമായിട്ട്. അപ്പോൾ നാളെ എന്താണ് എക്സാം അറ്റൻഡ് ചെയ്യാൻ നിങ്ങളോട് പറയുന്നത്? നാളെ എന്തുകൊണ്ടാണ് ഈ എക്സാം ഇടുന്നത്? കാരണം ഇന്ന് നിങ്ങൾ ക്ലാസ് കാണുന്നു അല്ലെങ്കിൽ PDF വായിക്കുന്നു. അപ്പോൾ നാളെ അടുത്ത ഒരു PDF അല്ലെങ്കിൽ അടുത്തൊരു ക്ലാസ് കാണുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ കാര്യങ്ങൾ ഒന്ന് ഓർക്കണമെങ്കിൽ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യണം. കാരണം എക്സാമിൽ ഓപ്ഷൻ ഇല്ല, അല്ലെ എക്സാമിൽ ആൻസർ എന്താണെന്ന് അറിയില്ല. ഒരു PSC ഹാളിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നത് പോലെയാണ് അല്ലേ. അപ്പൊ നമ്മുടെ ആ ഒരു മെമ്മറി നമുക്ക് അറിയാൻ പറ്റും, നമുക്കറിയാമോ, ഓർമ്മയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. സോ നിർബന്ധമായിട്ടും എല്ലാ എക്സാമുകളും അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് വളരെ 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 പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ക്ലാസ്സുകൾ വളരെ കുറച്ച് സ്പീഡിലാണ് ചെയ്യുന്നത് എന്ന് എനിക്കറിയാം. കാരണം ഞാൻ കൂടുതൽ ക്ലാസ്സുകൾ കൂടുതൽ ക്വസ്റ്റ്യനുകൾ അല്ലെങ്കിൽ PDFകൾ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഓൾറെഡി എന്ത് ചെയ്യാണ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ക്ലാസ്സിലൂടെ കാണാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.